بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഈ കൂത്തുപറമ്പ് നമ്മൾ ആദ്യമായി ഇങ്ങനെ ഒരു തുടർച്ചയായ ദർസ് ആരംഭിക്കുകയാണ്. അഥവാ നമ്മളെ ഈ എൻ്റെ ക്ലാസ്സാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ അഖീദയിലെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഫിഖ് ആണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഫിഖ് എന്ന് പറഞ്ഞാൽ അതിന് ലോകത്തിൽ ഭാഷയിൽ അർത്ഥം വിജ്ഞാനം, ദീനിൽ ഉള്ള അഗാധമായ അറിവ് എന്നൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് ദീനിൽ ഫിഖ് നൽകും. അവിടെ ഫിഖ് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അഗാധമായ വിജ്ഞാനം, അറിവ് എന്നൊക്കെയാണ്. എന്നാൽ സാങ്കേതികമായി ഫിഖ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കർമ്മശാസ്ത്രം എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏതുപോലെ സലാഹ്, അസ്സലാഹ് എന്നത് ലോകത്തിൽ അതിൻ്റെ അർത്ഥം ദുആ എന്നാണ്, പ്രാർത്ഥന എന്നാണ്. എന്നാൽ സലാഹ്, അഖീമുസ് സലാഹ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അവിടെ സാങ്കേതികമായി ഉദ്ദേശിക്കുന്ന അർത്ഥം നമസ്കാരമാണ്, സൗം. അതിനൊക്കെ ഭാഷയിൽ അർത്ഥങ്ങളുണ്ട്, പക്ഷെ സാങ്കേതികമായി അതിനുള്ള അർത്ഥം നമുക്കറിയാം. എന്നതുപോലെ ഫിഖ്, കർമ്മശാസ്ത്രം എന്ന അർത്ഥത്തിലുള്ള ഫിഖ് ആണ് നമ്മൾ ഇന്നു മുതൽ ഇവിടെ പഠനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലുമൊക്കെ ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദർസുകൾ അല്ലാഹു ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മറ്റ് മുസ്ലിം സഹോദരങ്ങൾക്കും ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്നതാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തടസ്സമില്ലാതെ നിലനിർത്തി തരുമാറാകട്ടെ. ഫിഖ് അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കാരണം ഈമാൻ എന്താണ്? തസ്ദീഖും ബിൽ ഖൽബ് വഖൗലും ബിൽ ലിസാൻ അമലും ബിൽ ജവാരിഹ്. ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തുക, വിശ്വസിക്കുക, നാവ് കൊണ്ട് പറയുക, അതുപോലെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ആ പ്രവർത്തനം, കർമ്മം, അതാണ് ഫിഖ്. അതുണ്ടായാലേ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് ഫിഖ് വളരെ പ്രാധാന്യമുള്ളതാണ്. അഖീദ നമുക്കറിയാം, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അഖീദ ശരിയായില്ലെങ്കിൽ ഒരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് അഖീദ പഠനം നമ്മൾ ഒരിക്കലും മാറ്റിവെക്കരുത്, പുതുക്കിക്കൊണ്ടിരിക്കണം. തൗഹീദ് പഠനം അതൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ
വേണ്ട പല കാര്യങ്ങളും ഈ ഫിഖ് എന്ന ഈ ചട്ടക്കൂടിനുള്ളിലാണുള്ളത്. അതുകൊണ്ട് അതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പൊതുവെ അതിൻ്റെ ചെറിയ ചെറിയ പാഠങ്ങളൊക്കെ പഠിച്ച ആളുകളാണ് നമ്മൾ മദ്രസയിലൊക്കെ പല ആളുകളും. എന്നാൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുൻഗാമികളുടെ മനസ്സിലാക്കലനുസരിച്ച് അഹ്ലു സുന്നത്തിൻ്റെ അറിയപ്പെട്ട ഉലമാക്കൾ പഠിപ്പിച്ചതനുസരിച്ച് പോവുക എന്നത് നമ്മൾ ചെയ്താൽ നമുക്ക് ഇബാദത്തിൻ്റെ ഒരു ബസീറത്ത് ഉണ്ടാകും. ബസീറത്തോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. ഉൾക്കാഴ്ചയോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൽമു കൊണ്ടുള്ള ഒരു ഉപകാരം. ഈ ഫിഖ് നമ്മളിവിടെ ഈ ദർസിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ശൈലി ഏതെങ്കിലും ഒരൊറ്റ കിതാബ് ആശ്രയിച്ചുകൊണ്ടല്ല, മറിച്ച് ജംഅ ചെയ്തുകൊണ്ട് പല കിതാബുകളിൽ നിന്ന് ക്രോഡീകരിച്ചുകൊണ്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ആദ്യത്തെ ഭാഗം തഹാറ, കിതാബ് തഹാറ, ശുദ്ധീകരണത്തിൻ്റെ ഭാഗം നമ്മൾ കൂടുതൽ അതിനെ ആശ്രയിക്കുന്നത് ഇമാം അഹ്മദ് ഇബ്ൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല എഴുതിയ ബുലൂഗുൽ മറാം എന്ന കിതാബാണ്. സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി എഴുതിയ മഹാനായ പണ്ഡിതനാണ് അഹ്മദ് ഇബ്ൻ ഹജർ അൽ അസ്ഖലാനി. അദ്ദേഹത്തിൻ്റെ ബുലൂഗുൽ മറാം എന്ന പുസ്തകം വളരെ ചെറിയ പുസ്തകമാണ്. ഹദീസുകൾ മാത്രമേ അതിലുള്ളൂ, വേറൊന്നും ഇല്ല. ഹദീസുകൾ മാത്രം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു. അതാണ് നമ്മൾ ആദ്യം ആ കിതാബാണ് കൂടുതലായി ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതുപോലെ സഹോദരങ്ങളെ, ഫിഖ് വളരെ വിശാലമായൊരു വിഷയമാണ്. ഒരുപാട് മസ്അലകളുള്ള വിഷയമാണ്. അതുപോലെ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ള ഒരു വിഷയമാണ്. അഖീദ പോലെയല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുള്ള ഒരു വിഷയമാണ്. സംശയങ്ങളും ഒരുപാടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഏതെടുത്താലും ശരി, ഹക്കൊന്നു മാത്രമേ ഉണ്ടാവുള്ളൂ, സത്യം അതൊന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ നമുക്ക് ഏറ്റവും ശരിയാണെന്ന് ബോധ്യപ്പെട്ടതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ മൂന്നാലെണ്ണം പറഞ്ഞിട്ട് ഏത് വേണമെങ്കിലും എടുത്തോളൂ, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഏതാണ് ഹക്കിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി നമുക്ക് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ, അങ്ങനെ മനസ്സിലാകാത്ത വിഷയങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇങ്ങനെ രണ്ടഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. അതുപോലെ സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സംശയങ്ങൾ തീരെ പരിഗണിക്കാതിരിക്കുക എന്നത് പ്രത്യേകിച്ച് ഫിഖ്ഹിൽ ഒരു ശരിയായ ഒരു നിലപാടായി തോന്നുന്നില്ല. അതുകൊണ്ട് സംശയങ്ങളാവാം, ഉത്തരങ്ങൾ പറയാം. പക്ഷെ അതിനൊരു രീതി എനിക്ക് തോന്നുന്നത് നല്ലത് എന്താണ്, ഈ ചോദ്യോത്തരത്തിൻ്റെ ഖൈർ നമുക്ക് കിട്ടും വേണം, എന്നാൽ ചോദ്യോത്തരത്തിൻ്റെ ഷർറ് ഒഴിവാകും വേണം. അതുകൊണ്ട് ഓരോ ക്ലാസ്സിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തരരുത്, ഉണ്ടെങ്കിൽ എന്തു വേണം, എഴുതി തരാം. എഴുതി തന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിന് മറുപടി അറിയുമെങ്കിൽ, പരിഗണനീയമായ ചോദ്യമാണെങ്കിൽ, വിഷയവുമായി ബന്ധമുള്ളതാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓരോ ക്ലാസ്സിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എഴുതി തരാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അറിയാത്തതാണെങ്കിൽ അത് അന്വേഷിച്ച്, നല്ല പരിഗണിക്കപ്പെടേണ്ട ചോദ്യമാണെങ്കിൽ, ചിലപ്പോൾ അനാവശ്യമായ ചോദ്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കും. അത് ചോദിക്കുന്ന ആളോടുള്ള വെറുപ്പുണ്ടല്ല, ഈ ദർസ് അങ്ങനെ സുഗമമായി പോകാൻ വേണ്ടിയാണ്. അതായിരിക്കും നല്ലൊരു രീതി എന്ന് തോന്നും. എന്നാൽ പിന്നെ അതിൻ്റെ ചോദ്യോത്തരത്തിൻ്റെ ഷർറ് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും, എന്നാൽ അതിൻ്റെ ഖൈർ നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ചോദ്യോത്തരത്തിൽ ഖൈറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്തു. അവസാനം ജിബ്രീൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ വന്നത് ജിബ്രീലാണ്. എന്തിനാണ് വന്നത്? അതാക്കും യുഅല്ലിമക്കും ദീനക്കും, അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, വന്നത് നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്. അപ്പോൾ ചോദ്യോത്തരം എന്നത് ദീനിന്റെ ദീൻ പഠിക്കാനുള്ള ഒരു രീതിയാണ്. ഫസ്അലു അഹ്ല ദിക്രി
ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അറിവില്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഹലിനുള്ള പരിഹാരം, അറിവില്ലായ്മക്കുള്ള പരിഹാരം ചോദിക്കലാണ്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ആ രീതിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ എന്തില്ല, ചോദ്യോത്തരവും സംസാരം ഇല്ല. ഇനി നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, കൂടുതൽ ആമുഖങ്ങളില്ലാതെ. ആദ്യമായി ഫിഖഹിന്റെ കിതാബിൽ ഫിഖ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള അവർ എടുത്തു കൊടുക്കാറുള്ളത് ബുലൂഗുൽ മറാം പോലെയുള്ള കിതാബുകളിൽ കിതാബു തഹാറ, ഒന്നാമത്തെ അധ്യായം ഏതാണ്? കിതാബു തഹാറ, തഹാറത്തിന്റെ അധ്യായം. തഹാറ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാവുക എന്നാണ് അതിന്റെ അർത്ഥം. തഹൂർ, താഹിർ, മുതതഹിർ, മുത്തഹർ, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. തഹാറ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം, ശുദ്ധിയാവുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് തഹാറത്ത് ആദ്യമായി പറയുന്നത്? കാരണം തഹാറത്ത് ഉണ്ടെങ്കിലേ അമലുകൾ ശരിയാവുള്ളൂ. നമസ്കാരത്തിന്റെ ഒക്കെ മിഫ്താഹ്, താക്കോലാണ് തഹാറത്ത്. ശുദ്ധി വേണം. അപ്പൊ ശുദ്ധിയായിരിക്കണം. അഖീദ പഠിച്ചാലല്ലേ, അഖീദ ശരിയായാലല്ലേ കർമ്മങ്ങളൊക്കെ ശരിയാവുള്ളൂ. അഖീദ എന്ന് പറഞ്ഞാൽ അത് മാനവീയായ തഹാറത്താണ്. അതൊരു തഹാറത്താണ്. ശിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന് ഒക്കെ നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കുന്ന തഹാറത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കുകൾ എന്താണ്? നജസാണ് എന്ന് പറഞ്ഞാൽ അവിടെ മാനവീയ ആയ തഹാറത്താണ് അവിടെ ഉദ്ദേശം. മാനവീയ നജാസത്താണ് അവിടെ ഉദ്ദേശം. നമ്മൾ ഒന്നു കൊടുത്തു, ഒരു മുശ്രിക്കിന്റെ കൈ പിടിച്ചു, ഒതു മുറിഞ്ഞോ? ഇല്ല, ഒതു മുറിഞ്ഞിട്ടില്ല. ഒരു മുശ്രിക്കിനെ സ്പർശിച്ചു, അതുകൊണ്ട് ഒതു മുറിയുകയില്ല. അവിടെ ഉദ്ദേശം മാനവീയ തഹാറത്താണ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥത്തിലുള്ള ഒരു തഹാറത്താണ്. അത് നമുക്ക് തൊട്ട് ഹെസ്സിയല്ല, തൊട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു തഹാറത്തല്ല അത്. അങ്ങനെയുള്ള തഹാറത്തിൽ നിന്ന് നമ്മൾ മോചിതരായാലേ അമലുകൾ സ്വീകരിക്കൂ. എന്നതുപോലെ ഹെസ്സിയായ തഹാറത്തുണ്ട്, ശാരീരികമായ തഹാറത്ത്, വസ്ത്രത്തിന്റെ തഹാറത്ത്. എവിടെ വെച്ചാണോ ഇബാദത്ത് നിർവഹിക്കുന്നത് ആ സ്ഥലത്തിന്റെ തഹാറത്ത്. ഇതും ശരിയായാൽ മാത്രമേ അമൽ സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ അമൽ ബാത്തിലായി പോകും. അതുകൊണ്ടാണ് കിതാബ് തഹാറത്ത് ആദ്യമായി പറയപ്പെടുന്നത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഹിസ്സിയായ തഹാറത്താണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹിസ്സി എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടുനോക്കാൻ പറ്റിയ തഹാറത്ത്, നജസുകൾ ശരീരത്തിൽ സംഭവിച്ചാലുള്ള തഹാറത്ത്, അത് നീക്കുക. നജസ് നീക്കിയാലേ നമുക്ക് തഹാറത്ത് ഉണ്ടാവും. തഹാറത്ത് രണ്ട് തരത്തിലുണ്ട്. തഹാറത്ത് രണ്ട് തരത്തിലുണ്ട്, രണ്ടെണ്ണമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാനവി ഹെസ്സിയാത്ത ആ രണ്ടെണ്ണമല്ല പറയുന്നത്, മറിച്ച് ഈ ഹെസ്സിയായ തഹാറത്തുണ്ടല്ലോ, നമ്മൾ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയാവുക, നജസ് ഒഴിവാക്കുക. ഈ തഹാറത്ത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഇസാലത്തുൻ നജാസ, ഇസാലത്തുൻ നജാസ, നജസുകൾ നീക്കുക. രണ്ട് റഫ്ഉൽ ഹദസ്, വലിയ അശുദ്ധി ചെറിയ അശുദ്ധി പോലുള്ള അശുദ്ധി ഉണ്ടല്ലോ, അത് നീക്കുക. മനസ്സിലായോ? അയാളുടെ വസ്ത്രത്തിൽ നജസ് ഉണ്ടെങ്കിൽ അയാൾക്ക് തഹാറത്തില്ല. ഇനി ആ വസ്ത്രത്തിലുള്ള നജസ് അയാൾ നീക്കി, എന്നാലും അയാൾ വുളു മുറിഞ്ഞ അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് എന്തില്ല? തഹാറത്തില്ല. മനസ്സിലായോ? വുളു ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. അതുപോലെ വസ്ത്രത്തിലോ ശരീരത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് ഉണ്ടെങ്കിലും നമസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ ഈ തഹാറത്ത് തന്നെ രണ്ടെണ്ണമുണ്ട്. ഒന്ന് നജസ് നീക്കൽ, രണ്ട് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. ഒന്ന് ഇസാലത്തുൻ നജാസ, രണ്ട് റഫ്ഉൽ ഹദസ്, ഹദസ് നീക്കുക. ഹദസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി നീക്കുക, വലിയ ശുദ്ധിയാകട്ടെ ചെറിയ ശുദ്ധിയാകട്ടെ. ഇത് രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ആദ്യം പറഞ്ഞ തഹാറത്തിന് അഥവാ നജസ് നീക്കുക എന്നുള്ള തഹാറത്തിന്
നിയത്ത് നിർബന്ധമില്ല. അതാണ് ഒരു വ്യത്യാസം. അതെൻ്റെ വസ്ത്രത്തിൽ ഒരു നജസുണ്ട്, അത് ഒരു നിയത്തും ഇല്ലാതെ ഞാൻ നീക്കിയാലും ശരി ആ നജസ് പോയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയായിരിക്കുന്നു. പക്ഷേ വുദു എടുക്കുന്നതിനോ ഞാൻ വുദു ഉദ്ദേശിക്കാതെ എൻ്റെ കാലും മുഖമൊക്കെ കഴുകി, വുദു ആവോ? ഇല്ല, ഞാൻ ശുദ്ധി തന്നെയാണുള്ളത്. എന്നാൽ ഞാൻ ഉദ്ദേശിക്കാതെ തന്നെ ആ നജസ്, വസ്ത്രത്തിലുള്ള നജസ് നീക്കിയാൽ ആ തഹാറത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ സ്വയം നീങ്ങിപ്പോയി, ആ നജസ് ഉണങ്ങിയിട്ടോ അല്ലെങ്കിൽ മഴ പെയ്തിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ വസ്ത്രത്തിലുള്ള നജസ് നീങ്ങിപ്പോയി, തഹാറത്ത് കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടി, ആ തഹാറത്ത് കിട്ടി. ഇസാലത്തുൻ നജാസ, നജസ് നീങ്ങുക എന്ന തഹാറത്ത് കിട്ടി. എന്നാൽ അശുദ്ധി നീക്കുക, ഏത് റഫ്ഉൽ ഹദസ്, വലിയ അശുദ്ധി ചെറിയ അശുദ്ധി പോലെയുള്ള അത് നീക്കുക എന്ന തഹാറത്ത് നിയ്യത്തുണ്ടെങ്കിലല്ലാതെ കിട്ടുകയില്ല. ഇതാണ് ഒരു വ്യത്യാസം, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. രണ്ടാമത്തെ വ്യത്യാസം, ശരീരത്തിലുള്ള നജസ് നീക്കുക എന്ന തഹാറത്തിന്, വസ്ത്രത്തിലുള്ള നജസ് നീക്കുക, സ്ഥലത്തുള്ള നജസ് നീക്കുക എന്ന തഹാറത്തിന് വെള്ളം തന്നെ വേണമെന്നില്ല. വെള്ളം തന്നെ വേണം എന്ന് നിർബന്ധമില്ല. വെള്ളത്തിന്റെ ജോലി ചെയ്യുന്ന, ശുദ്ധിയാക്കുന്ന മറ്റെന്തുകൊണ്ടും അത് ആവും. ചില നജസുകൾ ഉണങ്ങിയാൽ അത് ശുദ്ധിയാകും. ചില നജസുകൾ കല്ലുകൊണ്ട് നജസ് നീക്കാം, വെള്ളം കൊണ്ട് തന്നെ വേണം എന്നില്ല. മറ്റുള്ള എന്തെങ്കിലും ശുദ്ധിയാക്കാനുള്ള ആധുനിക ഉപകരണങ്ങൾ കൊണ്ട് ശുദ്ധിയാക്കിയാലും ശരി, നജസ് നീങ്ങിയിരിക്കും. നജസിന്റെ അസർ, അതിന്റെ അടയാളം വെള്ളം കൊണ്ട് തന്നെ നീക്കണമെന്നില്ല. അത് നീങ്ങിപ്പോകാൻ ഏത് ഉപകരണം കൊണ്ട് സാധിക്കുമോ അതുകൊണ്ട് നീക്കിയാൽ നജസ് കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ നോക്കി, വലിയ അശുദ്ധിയൊന്നും ചെറിയ അശുദ്ധിയൊന്നും ശുദ്ധിയാകുന്ന തഹാറത്ത്, റഫ്ഉൽ ഹദസ് എന്ന തഹാറത്ത്, അതെന്തുകൊണ്ടേ പറ്റുള്ളൂ? വെള്ളം കൊണ്ട് മാത്രം. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രം, വെള്ളം ഇല്ലെങ്കിൽ ഫതയമ്മമു സഈദൻ തയ്യിബ, തയമ്മും ചെയ്തോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതൊരു വ്യത്യാസമാണ്. അപ്പോൾ നജസ് നീക്കുക എന്ന തഹാറത്തും വുദു എടുക്കുക, കുളിക്കുക എന്നുള്ള തഹാറത്തും തമ്മിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ എന്താ? നിയത്ത് വേണമെന്നില്ല. ഏതിന്? നജസ് നീക്കാനുള്ളത്. നമ്മൾ നിയത്ത് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിൽ ശരി നജസ് നീങ്ങിപ്പോവും, അതിട്ട് നിസ്കരിച്ചാൽ അത് ശരിയാവും. മറ്റതിന് നിയത്ത് വേണം. പിന്നെന്താണ്? നജസ് നീക്കാൻ എന്തുകൊണ്ട് നജസ് നീങ്ങുമോ അത് മതി. എന്നാൽ വുദുവിന്, കുളിക്ക് എന്ത് വേണം? വെള്ളം തന്നെ വേണം, വെള്ളമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ തയമ്മും. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസം. ശരി, ഇനി ഒന്നാമത്തെ ഹദീസ് നമ്മൾ പഠിക്കുകയാണ്. ഈ വിഷയത്തിലുള്ള ഒന്നാമത്തെ ഹദീസ്, ഈ ഹദീസ് തന്നെയാണ് ഇമാം ഇബ്ൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ബുലൂഗുൽ മറാമിൽ ആദ്യമായി എടുത്തു കൊടുത്തിട്ടുള്ളത്. ബാബുൽ മിയാഹ്. ഇബ്ൻ ഹജർ പറയുകയാണ്, മിയാഹ്, മാഇന്റെ ബഹുവചനമാണ് മിയാഹ്. വെള്ളങ്ങൾ എന്ന് പൊതുവെ നമ്മൾ മലയാളത്തിൽ പറയാറില്ല, പക്ഷെ അറബിയിൽ വെള്ളത്തിന് ബഹുവചനമുണ്ട്, അതാണ് മിയാഹ്. അതിന്റെ അധ്യായം, തഹാറത്തിലെ ഉപ അധ്യായമാണിത്, ബാബുൽ മിയാഹ്. എന്നിട്ട് ഹദീസ് കൊടുക്കുകയാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? കടലിനെ കുറിച്ചാണ്. ഫിൽ ബഹർ, ഫിൽ ബഹർ എന്ന വാക്ക് ഇബ്നു ഹജർ എടുത്തു കൊടുത്തതാണ്, ഹദീസിലുള്ളതല്ല. അഥവാ കടലിനെ കുറിച്ചാണ് റസൂലുള്ള ഈ പറയുന്നത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടലിനെ കുറിച്ച് പറയുന്നത്? ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു. ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു. പെട്ടെന്ന് പഠിക്കാൻ ഈ ഹദീസ്. ഹുവ തഹൂറു മാഉഹു, ഹുവ അത്, അത്തഹൂറു തഹൂറാകുന്നു, മാഉഹു അതിലെ വെള്ളം. ഏതിലെ വെള്ളം? കടലിലെ വെള്ളം. അതിലെ വെള്ളം തഹൂറാകുന്നു. അൽ ഹില്ലു ഹലാലാകുന്നു. മൈതതുഹു അതിലെ ശവം, അതിലെ മയ്യിത്ത്,
അതെന്താണ്? അനുവദനീയമാകുന്നു. ഇത് ഇമാം തിർമിദി, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ കുത്തുബു സിത്തയിൽ 4 പേരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വലൈക്കും സലാം. അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ 4 പേരും ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെയും ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ 4 പേർ റിവായത്ത് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? കടലിലെ വെള്ളത്തെക്കുറിച്ച്. അതിലെ വെള്ളം തഹൂറാകുന്നു, അഥവാ അത് ശുദ്ധിയുള്ളതാകുന്നു, മാത്രമല്ല ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാകുന്നു. നജസ് നീക്കാം, wudu ചെയ്യാം, കുളിക്കാം. നജസ് നീങ്ങും. ഏതിലെ വെള്ളം കൊണ്ട്? കടലിലെ വെള്ളം. അൽ ഹില്ലു മൈതതുഹു, അതിലെ ചത്തത് അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ കടലിൽ ജീവിക്കുന്ന ജന്തുക്കൾ ചത്താൽ അനുവദനീയമാണ്. അല്ലെങ്കിൽ പുറത്തുനിന്ന് ചത്തതിനെ കടലിൽ കൊണ്ടിട്ടാൽ അത് അനുവദനീയമാവുകയില്ല. അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും ജന്തു കടലിൽ വീണ് ചത്താൽ അത് അനുവദനീയമല്ല. കടലിലെ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഇവിടെ ഉദ്ദേശം. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു സാഹചര്യമുണ്ടായിരുന്നു, ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണം കൂടി വായിച്ചാലാണ് നമുക്കത് കൂടുതൽ വ്യക്തമാകും. എന്താണ്? ജാഅ റജുലുൻ ഇല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ പറയുന്നു. ഈ ഹദീസിൽ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂ ഹുറൈറ റിവായത്ത് ചെയ്തിട്ടുണ്ട്, വേറെ സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ നർകബുൽ ബഹർ, ഞങ്ങൾ കടലിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്, കടലിൽ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് വനഹ്മിലു മഅനൽ ഖലീല മിനൽ മാ, നമ്മൾ കടലിൽ പോകുമ്പോൾ കുറച്ച് വെള്ളം മാത്രമേ കൊണ്ടുപോകാറുള്ളൂ കൂടെ. കുറേ വെള്ളമൊന്നും കൊണ്ടുപോകാൻ സാധിക്കാറില്ല, കുറച്ച് വെള്ളം മാത്രം വഹിച്ചു കൊണ്ടുപോകും. ഫഇൻ തവദ്ദഅനാ ബിഹി അതിശ്നാ, ആ കൊണ്ടുപോയ വെള്ളത്തിൽ നിന്ന് ഞങ്ങൾ വുളു ചെയ്യുകയാണെങ്കിൽ അതിശ്നാ, ഞങ്ങൾക്ക് എന്തുണ്ടാവും? ദാഹമുണ്ടാവും. ദാഹിച്ചാൽ കുടിക്കാൻ വെള്ളം വേറെ ഉണ്ടാവില്ല, കുറച്ച് വെള്ളം മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ കടലിലെ വെള്ളത്തിൽ നിന്ന് വുളു ചെയ്തോട്ടെ? ഇത് ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു ഹദീസാണിത്. നമ്മൾ വിചാരിക്കും എന്തൊക്കെ ഫിഖ്ഹിൽ ഈ ഇത്രയും വലിയ വിഷയത്തിൽ ഒന്നാമത്തെ ഹദീസായി കൊടുക്കാൻ മാത്രം എന്താണ് ഇതിലുള്ളത്? ഒരുപാട് കാര്യമുണ്ട്. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് ഇൽമിന്റെ പകുതിയാണെന്നാണ്. ഇൽമിന്റെ പകുതിയാണ് ഈ ഹദീസ്. കാരണം ഭൂമിയിൽ കരയും കടലും, ഇത് 2 മാത്രമേ ഉള്ളൂ. കരയും കടലും. കടലിൽ മുഴുവൻ ഈ ഹദീസിൽ വന്നു. ഇനി എന്തേ ബാക്കിയുള്ളൂ? കര മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇൽമിന്റെ പകുതിയാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞ മുൻഗാമികളുണ്ട്. നോക്കൂ നിങ്ങൾ, വലിയൊരു റാഹത്താണ് നമുക്ക് ഈ ഹദീസിന് കിട്ടുക. കടൽ എത്രയുണ്ട്? കടൽ വലിയൊരു ശതമാനം, ഭൂമിയുടെ വലിയ ശതമാനം, 4ൽ 3 കടലാണ്. അത് മുഴുവൻ നമുക്ക് തഹൂറാണ്. വുളു ചെയ്യാം, കുടിക്കാം, നജസ് നീക്കാം. അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ ചോദിച്ച എന്തിനെ കുറിച്ച് മാത്രമാണ്? വെള്ളത്തിനെ കുറിച്ച് മാത്രമാണ്. വെള്ളത്തിന്റെ അവസ്ഥ എന്താണ്? തഹൂറാണോ നജസാണോ, വുളു ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് ചോദിച്ചത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ മയ്യിത്ത് ഹലാലും കൂടിയാണ്. അപ്പോൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ റസൂലുള്ള ഉത്തരം പറഞ്ഞു കൊടുത്തു. കാരണം അതവിടെ ആവശ്യമാണ്. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ നഅം എന്ന് പറഞ്ഞ് മറുപടി നിർത്തിയിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് റസൂലുള്ളാഹിനോട് ചോദിച്ചത്, ഞങ്ങൾ ഒട്ടകത്തിന്റെ മാംസം തിന്നാൽ വുളു എടുക്കണോ? അപ്പോൾ റസൂൽ പറഞ്ഞു നഅം, ബസ് നഅം, അവിടെ കഴിഞ്ഞു. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാറുണ്ട്. പക്ഷെ ഇവിടെ അവർക്ക് വെള്ളത്തിന്റെ കാര്യം സംശയം ഉണ്ടെങ്കിൽ ഇതും ചിലപ്പോൾ സംശയം ഉണ്ടാവും. അതും അവിടെ ആവശ്യമാണ്. അതിലുള്ളത് തിന്നുകയും കൂടി നിങ്ങൾക്ക് ചെയ്യാം എന്നൊരു ഫായിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യത്തെക്കാൾ ഉപരി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസ്നു തഅലീം, നല്ല അധ്യാപനത്തിന്റെ മാതൃകകളിൽ ഒന്നാണ്. ഇനി നോക്കൂ, ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫിഖ്ഹിയായ പാഠം, കടലിലെ വെള്ളം എന്താണ്? തഹൂറാണ്. അത് ശുദ്ധിയുള്ളതാണ്, ശുദ്ധീകരിക്കാൻ പറ്റിയതാണ്. എന്നാൽ
ഏതെങ്കിലും ഒരു പ്രദേശത്ത് അങ്ങനെ ഉണ്ടാവും, ചില കടലിലെ ചില ഭാഗത്ത് മാലിന്യങ്ങളൊക്കെ ഒന്നാകെ കൊണ്ടിട്ടിട്ട് ആ ഭാഗത്തെ കടലിലെ വെള്ളം, അതിൻ്റെ നിറം, മണം, രുചി ഏതെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുന്ന് ഒതു എടുക്കാനോ കുളിക്കാനോ പാടില്ല. അങ്ങനെ ഉണ്ടാവും ചില പ്രദേശങ്ങൾ. കടലിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്കറിയാം. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ചില സ്ഥലത്ത് മാലിന്യങ്ങൾ ഒന്നാകെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പാടില്ല, അവിടുന്ന് മാറിയിട്ടാണെങ്കിൽ ആവാം. മാത്രമല്ല, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി കടലിലെ വെള്ളം തൊഹൂറാണെന്ന് മാത്രമല്ല, അത് നജസല്ല. ഇമാം ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫയുതതഹറു ബിഹി ലാ യുതതഹറു മിൻ. കടലിലെ വെള്ളം ഒരാളുടെ വസ്ത്രത്തിലായിപ്പോയി, കടലിലെ വെള്ളമായിപ്പോയി, ഇത് കഴുകണം, നജസായിപ്പോയോ എന്ന് തോന്നണോ? ഇല്ല. അത് നജസല്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് നജസ് നീക്കാം, അതുകൊണ്ട് wudu ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും വസ്വാസാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ കടലിലെ വെള്ളം വസ്ത്രത്തിലായല്ലോ, ഇനി ഇത് കഴുകണ്ടേ? അല്ല, അത് തഹൂറാണ്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടലിലെ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു, ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു. ആരാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്? ഏത് സഹാബിയാണ്? أبو هريرة رضي الله عنه. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم في البحر. കടലിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, هو الطهور ماؤه والحل ميتته. رواه الترمذي وأبو داود والنسائي وابن ماجه. ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? ഒരാൾ വന്ന് ചോദിച്ചു, ഞങ്ങൾ കടലിൽ പോകുമ്പോൾ കുറച്ച് വെള്ളം മാത്രമേ കൊണ്ടുപോകാറുള്ളൂ, ഒതു എടുത്താൽ ദാഹിച്ചാൽ കുടിക്കാനുണ്ടാവുകയില്ല, അതുകൊണ്ട് കടലിന് ഒതു എടുത്തോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹൂറു മാഉ അൽ ഹില്ലു മൈതതു. ശരി, നമുക്ക് അതുകൊണ്ട് വലിയൊരു ശതമാനം, ഭൂമിയിലെ വലിയൊരു ശതമാനം വെള്ളം തഹൂറായി നമുക്ക് കിട്ടിയിരിക്കുന്നു, അതിൽ നിന്ന് ശുദ്ധിയാകാവുന്നതാണ്. രണ്ടാമത്തെ ഹദീസ്, عن أبي سعيد الخدري رضي الله عنه قال عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الماء طهور لا ينجسه شيء. لم سرير حديث إن الماء طهور لا ينجسه شيء. أخرجه الثلاثة. മൂന്ന് പേർ റിവായത്ത് ചെയ്ത ഹദീസാണ്. അതായത് അബൂദാവൂദ്, തിർമിദി, നസായി. അബൂദാവൂദ്, തിർമിദി, നസായി, മൂന്ന് പേർ. സഹിഹായ ഹദീസാണ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്യുന്നത്. വളരെയധികം ഹദീസുകൾ റിവായത്ത് ചെയ്ത 7 സഹാബിമാരിൽ ഒരാളാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മാഅ തഹൂറുൻ. വെള്ളം, തീർച്ചയായും വെള്ളം തഹൂറാണ്. വെള്ളം എന്താണ്? തഹൂറാണ്. ലാ യുനജ്ജിസുഹു, അതിനെ നജസാക്കുകയില്ല. ശൈഉൻ, ഒന്നിനും തന്നെ വെള്ളത്തിനെ നജസാക്കാൻ സാധിക്കില്ല. ഇതാണ് ഹദീസ്. عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الماء طهور لا ينجسه شيء. رواه أبو داود والترمذي والنسائي. നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് കേട്ടാൽ തന്നെ നമുക്കറിയാം മലിനമായ വെള്ളമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, നജസായ വെള്ളം ഉണ്ട്. പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? വെള്ളത്തിനെ ഒന്നും തന്നെ നജസാക്കുകയില്ല. ഒന്നും ഇത് പറയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മദീനയിലെ ഒരു കിണറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. ആ കിണറ്റിൽ ചത്ത പട്ടി അതിൽ വന്നു വീഴാറുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഹൈദിന്റെ തുണി ആ കിണറ്റിൽ വന്ന് വീഴാറുണ്ട്. ആ കിണറ്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോഴാണ് ഈ ഹദീസ് പറഞ്ഞത്, ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈഇ. ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, അത് ജനങ്ങൾ ഒരിക്കലും അവരുടെ ഒരു ശീലമായിരുന്നില്ല അവിടെ ഇതൊക്കെ കൊണ്ടുവന്നിടാന്നുള്ളത്. മറിച്ച് വെള്ളം ഒലിച്ചു വരുമ്പോഴോ മറ്റോ ഇങ്ങനെയുള്ള ചില നജസുകൾ അതിൽ വീഴാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് വെള്ളം മോശമാക്കുക എന്നുള്ളത് മോശമായ പ്രവൃത്തിയാണ്. ആ നാട്ടുകാർ വെള്ളത്തിന് അത്രയും ആവശ്യമുള്ള ആളുകളാണ്.
അപ്പൊ ഒരിക്കലും അവരങ്ങനെ കരുതിക്കൂട്ടി ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കണം. മറിച്ച് അങ്ങനെ സംഭവിച്ച ഒരു വെള്ളമാണിത്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോഴാണ് ഇത് പറഞ്ഞത് എന്നാണ് ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നത്. ശരി, ആ സന്ദർഭം കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്. അഥവാ വെള്ളം ഒരുപാടുണ്ടെങ്കിൽ, വെള്ളം കുറെ ഉണ്ടെങ്കിൽ, ആ കുറെ എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് എത്രയാണ് അതൊക്കെ വരും. കുറെ ഉണ്ടെങ്കിൽ അതിൽ നജസുകൾ വന്ന് വീണാൽ അതിനെ അസർ ഉണ്ടാക്കാൻ പറ്റാത്ത നജസാണെങ്കിൽ, നജസിന്റെ അളവ് കുറവാണ്, വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ മാറിയിട്ടില്ലെങ്കിൽ എന്തായിട്ടില്ല? നജസായിട്ടില്ല. അതിൽ നജസ് വന്ന് വീണാലും ശരി, നജസാണ്, കടുത്ത നജസാണെങ്കിലും ശരി. ഈ ഹദീസിൽ പറയപ്പെട്ടത് വളരെ കടുത്ത നജസുകളാണ്. കടുത്ത നജസാണെങ്കിലും ശരി, വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ മാറിയിട്ടില്ലെങ്കിൽ ആ വെള്ളം എന്ത് തന്നെയാണ്? തഹൂർ തന്നെയാണ്. മാത്രമല്ല വെള്ളത്തിന്റെ അസ്ൽ, അടിസ്ഥാനം എന്താണ്? തഹാറത്താണ്. അതാണ് ഉസൂലുകൾ പഠിക്കണം എന്ന് പറയുന്നത്. മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ. ഉസൂൽ കിട്ടാത്തവന്, അടിസ്ഥാനങ്ങൾ പഠിക്കാത്തവന് ഇൽമിലേക്ക് എത്താൻ സാധിക്കുകയില്ല, വഴിയിൽ മുടങ്ങിപ്പോവും. അപ്പൊ വെള്ളത്തിന്റെ അസ്ൽ എന്താണ്? തഹൂറാണ് എന്നതാണ്. അപ്പൊ നജസായി എന്നത് ഉറപ്പിക്കാനുള്ള കാര്യം കിട്ടിയാലേ നജസിൽ സംശയിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യണ്ടില്ല, സംശയിച്ചിട്ട് നജസ് വീണിട്ടുണ്ടാവോ എന്ന് വിചാരിക്കരുത്. അസ്ൽ എന്താണ്? തഹാറത്താണ്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ശൈ. ഏത് സഹാബിയാണ് റിവായത്ത് ചെയ്യുന്നത്? അബൂ സഈദ് അൽ ഖുദ്രി. 3 പണ്ഡിതന്മാർ റിവായത്ത് ചെയ്തിരിക്കുന്നു, ഇബ്നു മാജ ഒഴികെ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 3 പേരെന്ന് പറഞ്ഞാൽ ഇബ്നു മാജ ഒഴികെ, അബൂദാവൂദ്, തിർമിദി, നസായി. ഈ 3 എണ്ണത്തിനാണ് ഇബ്നു മാജയുടെ സുനനിനേക്കാളും കൂടുതൽ ബലമുള്ളത്, കൂടുതൽ സഹിഹായ ഹദീസുകളുള്ളത്. ഇബ്നു മാജയിൽ ദഈഫായതിന്റെ എണ്ണം കൂടുതലാണ്. ഇബ്നു മാജയുടെ സുനനിൽ ദഈഫായ ഹദീസുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ കുതുബുസ് സിത്തയിൽ നിന്ന് സുനൻ ഇബ്നു മാജ ഒഴിവാക്കിയിട്ടുള്ളത്. ഇമാം ദാരിമിയുടെ സുനനിനെ പലരും എണ്ണിയിട്ടുണ്ട്. കുതുബുസ് സിത്ത, ബുഖാരി, മുസ്ലിം, ഇമാം ബുഖാരിയുടെ മുസ്ലിമിയുടെ സഹീഹുകൾ, മുസ്ലിമിന്റെ സഹീഹുകൾ, അതുപോലെ തിർമിദി, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ. ഇതിൽ ഇങ്ങനെയാണ് 6 കിതാബുകൾ. എന്നാൽ ചില ആളുകൾ ഇതിൽ നിന്ന് ഇബ്നു മാജയുടെ സുനനിനെ എണ്ണിയിട്ടില്ല, മറിച്ച് ഇമാം ദാരിമിയുടെ സുനനിനെ എണ്ണിയ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ പറയപ്പെടാനുള്ള കാരണം അതിൽ മറ്റുള്ള കിതാബുകളെ അപേക്ഷിച്ച് ദഈഫായത് കൂടുതലാണ്. ഉള്ളെല്ലാം ദഈഫാണെന്നല്ല, മറിച്ച് മറ്റുള്ള കിതാബുകളെ അപേക്ഷിച്ച് ദഈഫായത് കൂടുതലായതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, വെള്ളം തഹൂറാണ്, അതിന് മാറ്റം വന്നാൽ ഒഴികെ. മാറ്റം എന്ന് പറഞ്ഞാൽ 3 കാര്യത്തിലാണ് മാറ്റം. ഒന്ന്, നിറം, മണം, രുചി. ഈ നിറം, മണം, രുചി എന്നതിന്റെ കാര്യം ഇജ്മാ ഉള്ള കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഉലമാക്കളുടെ ഇജ്മാ ഉള്ള കാര്യമാണ്. വെള്ളം നജസാവുകയില്ല, ഒന്നിനും വെള്ളത്തിന് നജസാക്കാൻ കഴിയുകയില്ല എന്ന റസൂലുള്ളാഹിന്റെ ഹദീസ് അങ്ങനെ തന്നെ എടുക്കരുത്. പിന്നെയോ അതിൽ മാറ്റം വന്നാൽ നജസാകും എന്നതിൽ നിന്ന് മനസ്സിലാക്കണം എന്നത് എന്തുള്ള കാര്യമാണ്? ഇജ്മാ ഉള്ള കാര്യമാണ്. മാത്രമല്ല ഒരു ദഈഫായ ഹദീസ് അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. എന്താണ് ആ വിഷയം? മുസ്ലിം ഉമ്മത്തിന് ഇജ്മാ ഉള്ള കാര്യമായിരിക്കും, എന്നാൽ അതിലൊരു ദഈഫായ ഹദീസും വന്നിട്ടുണ്ടാകും. ആ വിഷയം, അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. അതിലൊന്നിതാണ്. കാരണം ബുലൂഗുൽ മറാമിൽ തന്നെ 3ാമത്തെ ഹദീസ് അതാണ്. ബുലൂഗുൽ മറാമിലെ തന്നെ 3ാമത്തെ ഹദീസ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇന്നൽ മാഅ ലാ യുനജ്ജിസുഹു ശൈ. വെള്ളത്തിനെ ഒന്നിനും തന്നെ നജസാക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ മാ ഗലബ അലാ റീഹിഹി വതഅമിഹി വലൗനിഹി. അതിന്റെ നിറമോ മണമോ രുചിയോ മാറിയാലല്ലാതെ. ഇമാം ബൈഹഖിയുടെ റിവായത്തിലുള്ളത് അൽ മാഉ തഹൂറുൻ ഇല്ലാ ഇൻ തഗയ്യറ റീഹുഹു
ഔ തഅമുഹു ഔ ലൗനുഹു ബിനജാസത്തിൻ തഹ്ദുസു ഫീഹി, വെള്ളത്തിൽ ഒരു നജസ് വന്നു വീഴുകയും എന്നിട്ട് അതിന്റെ നിറമോ മണമോ രുചിയോ മാറുകയും ചെയ്താലല്ലാതെ. പക്ഷേ ഈ ഹദീസിന്റെ സനദ് ദുർബലമാണ്. എന്നാൽ ഇതിൽ ഇജ്മാ ഉണ്ട്. എന്നാൽ ഇജ്മാ മാത്രമാണ് ഇതിന് തെളിവ്? ഒരിക്കലുമല്ല. മറ്റു ചില ഹദീസുകളും ഇതിന് തെളിവായി വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ എന്താണ്, വാക്ക് തന്നെ അങ്ങനെ വ്യക്തമായി വന്നിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ഹദീസുകൾ ഇതിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ പറ്റിയ ഹദീസുകളാണ്. അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്ത ഹദീസ്. എന്താണത്? മൈമൂന റളിയല്ലാഹു അൻഹാ റിവായത്ത് ചെയ്യുന്നു. അവർ പറയുന്നു, أن النبي صلى الله عليه وسلم سئل عن فأرة سقطت في سمن. റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു ഒരു സെംന്. സെംന് എന്ന് പറഞ്ഞാൽ വെണ്ണ, അതുപോലെ നെയ്യ്, അതിനൊക്കെ എന്ത് പറയും? സെംന് എന്ന് പറയും. അതിലൊരു ചത്ത എലി വീണു. ചത്ത എലി എന്താണ്? നജസാണ്. ചത്തത് എലി ചത്താൽ അത് നജസാണ്. ഒഴുകുന്ന രക്തമുള്ള ഏതൊരു ജന്തു ചത്താലും എന്താണ്? നജസാണ്. അപ്പോൾ എന്തല്ല, ഈച്ച, കൊതുക്, അങ്ങനത്തെ പാറ്റകൾ പോലത്തെ ഉണ്ടല്ലോ, അതൊന്നും എന്തല്ല, നജസല്ല. കാരണം അതിനൊന്നും എന്തില്ല, ഒഴുകുന്ന രക്തം ഇല്ല. അതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈച്ചനെ മുക്കി പുറത്തെടുക്കാൻ പറഞ്ഞ ഹദീസ്. അത് വരുന്നുണ്ട്. അതിനുള്ളൊരു തെളിവ് അതുകൂടിയാണ്. അപ്പോൾ ഈ ഒഴുകുന്ന രക്തമുള്ള ജന്തു ചത്താൽ അതെന്താണ്? നജസാൻ. അങ്ങനെയുള്ള എലി വീണ സെംനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി എന്തു പറഞ്ഞു? നേരത്തെ പറഞ്ഞ ഹദീസാണെങ്കിൽ നബി എന്തു പറഞ്ഞു? അത് ഉപയോഗിച്ചോന്ന് പറയണ്ടേ? കാരണം അത് തഹൂറാണ്, ഒരിക്കലും നജസാവുകയില്ല. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദൂഹാ വമാ ഹൗലഹാ, അതിനെ എടുക്കുക, അതിന്റെ ചുറ്റുമുള്ള ഭാഗവും എടുക്കുക. ഫത്റഹു, അത് കളഞ്ഞേക്കുക. അതും അതിന് ചുറ്റുമുള്ള അതിന്റെ സ്വാധീനം വന്നിട്ടുള്ള ഭാഗങ്ങൾ, അതിന്റെ അസർ വന്നിട്ടുള്ള ഭാഗങ്ങൾ എടുത്തു കളയുക, ബാക്കി ഉപയോഗിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത് തെളിവാണ്. എന്തിന്? മാറ്റം വന്നാൽ അത് നജസായി എന്നതിനുള്ള തെളിവാണ്. അപ്പോൾ നോക്കൂ, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഹദീസ് ദഈഫാണ്. എന്നാൽ ഇജ്മാ ഉണ്ട് ആ വിഷയത്തിൽ. ഏകോപിച്ച പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്, മുൻഗാമികളുടെ അഭിപ്രായമുണ്ട്. മറ്റു ചില ഹദീസുകളിൽ നിന്ന് അതിൽ നിന്ന് തെളിവും വന്നിട്ടുണ്ട്. ഈ ഹദീസിന്റെ പ്രത്യേകത എന്താണ്? ഈ ദഈഫായ ഹദീസിന്റെ പ്രത്യേകത അതിൽ വ്യക്തമായി വന്നു. എന്ത്? നിറമോ മണമോ രുചിയോ മാറിയിട്ടുണ്ടെങ്കിൽ അത് നജസായി. എന്ത് വേണ്ടിട്ട് മാറണം? നജസ് വീണ് മാറണം. അല്ലാതെ നല്ല വെള്ളത്തിൽ കുറച്ച് മണ്ണ് വീണു, നജസ് അല്ലാത്തൊരു വസ്തു വീണിട്ട് അതിന്റെ നിറം മാറി, രുചി മാറി. ഇപ്പൊ വെള്ളത്തിൽ പായലുണ്ടെങ്കിൽ അതിന്റെ നിറം മാറൂലേ, രുചി മാറൂലേ? ഒക്കെ മാറും. പക്ഷെ നജസാവോ? ഇല്ല. എന്താ കാരണം? നജസ് വീണിട്ട് മാറണം. നജസ് വീണ് മാറണം. എന്നാൽ മാത്രമേ അത് നജസാവുകയുള്ളൂ. അല്ലെങ്കിൽ നജസാവുകയില്ല. ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ശൈ, വെള്ളം അത് ശുദ്ധിയുള്ളതാകുന്നു, ഒന്നിനും തന്നെ അതിനെ നജസാക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് മുത്തലഖല്ല മുഖയ്യദാണ്. ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കരുത്. ഇതിന് ചില നിബന്ധനകൾ വന്നിട്ടുണ്ട്. ശരി, ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. വെള്ളം കുറവാണെങ്കിൽ അത് നജസാകും. അവിടെ വേണോ? ഈ പള്ളിയിൽ, ഈ അടുത്തുള്ള പള്ളിയിൽ ഇല്ലല്ലോ. ഈ പള്ളിയിൽ നിന്ന് കൊടുക്കണം. എന്നാൽ വെള്ളം അത് കുറച്ചാണുള്ളതെങ്കിൽ അത് നജസാകും. എന്ത് വീണാൽ? നജസ് അതിൽ വീണാൽ. വളരെ കുറച്ചാണെങ്കിൽ അതിന്റെ നിറമോ മണമോ മാറുമെന്നത് ഉറപ്പാണ്. നിറമോ മണമോ രുചിയോ മാറുമെന്നത് ഉറപ്പാണ്. അതിന് അടുത്ത ഹദീസ് കൂടി വായിച്ചാലാണ് ആ വിഷയം നമുക്ക് കൂടുതൽ വ്യക്തമാകുക. എന്നിട്ട് വിശദീകരണം പറയാം.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഹദീസ്. ഈ 3 ഹദീസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ്സിൽ. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാനൽ മാഉ ഖുല്ലതൈൻ, ഇദാ കാനൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിൽ അൽ ഖബസ്, ലം യഹ്മിൽ അൽ ഖബസ്. വെള്ളം 2 എന്ത് പഠിച്ചില്ലേ, 2 ഖുല്ലത്തുണ്ടെങ്കിൽ ലം യഹ്മിൽ അൽ ഖബസ്, അത് നജസ് വഹിക്കുകയില്ല. മറ്റൊരു റിവായത്തിൽ ലം യൻജുസ്, അത് നജസാവുകയില്ല. ഏത് സഹാബിയാണ് റിവായത്ത് ചെയ്യുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഇദാ കാന അൽ മാഉ ഖുല്ലതൈൻ ലം യഹ്മിൽ അൽ ഖബസ്, അഖ്റജഹു അൽ അർബഅ. 4 ഹദീസിന്റെ കിതാബിന്റെ ആളുകൾ റിവായത്ത് ചെയ്തിരിക്കുന്നു. അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ. 4 പേരും റിവായത്ത് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണിത്. നോക്ക്, ഈ ഹദീസും നേരത്തെ പറഞ്ഞ ഹദീസും കൂട്ടി വായിച്ചു നോക്ക്, എന്താ കിട്ടി? എന്താണ് മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഹദീസിൽ പറഞ്ഞു വെള്ളം തഹൂറാണ്, ഒന്നിനും തന്നെ അതിനെ നജസാക്കാൻ സാധിക്കില്ല. ഈ ഹദീസിൽ പറഞ്ഞു വെള്ളം 2 ഖുല്ലത്തുണ്ടെങ്കിൽ അത് നജസാവുകയില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ ഉദ്ദേശം വെള്ളം മാറിയോ ഇല്ലേ എന്നതാണ്. കുറച്ചാണെങ്കിലും ശരി, കൂടുതലാണെങ്കിലും ശരി. എന്താണ് ബാങ്കിന്റെ കാര്യത്തിലായ കൺഫ്യൂഷനല്ലോ, കൊടുക്കണ്ടോ ഇല്ലേ? ഇവിടുത്തെ ബാങ്ക് കേൾക്കൂലടാ പള്ളിയിലെ. സഹോദരങ്ങളെ, ഈ 2 ഹദീസുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞു 2 ഖുല്ലത്തിൽ താഴെയാണെങ്കിൽ, ഖുല്ലത്ത് എന്ന് പറഞ്ഞ അളവ് എത്രയാണ്? അതിന് നമുക്ക് ഒക്കെ അറിയാവുന്ന അളവ് എന്താണ്? ലിറ്ററാണല്ലോ. വെള്ളത്തിന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അളവ് ലിറ്ററാണ്. അപ്പോൾ പഴയകാല അളവുകൾ, ഇപ്പോൾ മുദ്, സാ, കെയിൽ, വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഖുല്ല, ഇതൊക്കെ പുതിയ പുതിയ അളവുകളിൽ മുആസിറായിട്ടുള്ള ഈ കാലത്തെ അളവുകളിൽ എങ്ങനെയാണ് വരിക? അതിന്റെ അളവ് എത്രയാണ്? ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ലജ്നത്തു ദായിമ അവർ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുള്ളത് ഏകദേശം 307 ലിറ്ററാണ് 2 ഖുല്ലത്ത് വെള്ളം. എത്ര ലിറ്റർ? 307. ഏകദേശം 307 ലിറ്ററാണ് 2 ഖുല്ലത്ത് വെള്ളം. ഈ 2 ഖുല്ലത്ത് വെള്ളം അത്രയുമുള്ള വെള്ളത്തിലാണെങ്കിൽ നജസ് വീണാൽ അതെന്താവുകയില്ല, അതിന് ആ വെള്ളത്തിനെ സ്വാധീനിക്കാൻ സാധിക്കില്ല, അതിന്റെ അസർ ഉണ്ടാവുകയില്ല. എന്നാൽ അതിൽ കുറച്ചാണെങ്കിൽ നജസ് വീണാൽ അതിന് അസർ ഉണ്ടാകും, ആ വെള്ളം നജസാകും. ഇങ്ങനെയാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിൽ ശരിയായ അഭിപ്രായം ശൈഖ് ഇബ്നു ബാസ്, ശൈഖ് ഇബ്നു ഉസൈമീൻ, ഇങ്ങനെ മുഹഖിഖുകളായ പല ഉലമാക്കളും അതിൽ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം 2 ഖുല്ലത്തിൽ കൂടുതലുള്ളതാകട്ടെ 2 ഖുല്ലത്തിൽ കുറവുള്ളതാകട്ടെ, എന്താണ് നജസായോ ഇല്ലേ എന്നതിനുള്ള മാനദണ്ഡം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, രുചിയോ മണമോ നിറമോ മാറും. എന്നാൽ ചെറിയ പാത്രങ്ങളുണ്ട്, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പാത്രങ്ങൾ, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാത്രങ്ങൾ, അതിൽ ആണ് നജസ് വീണതെങ്കിൽ അതിന് ഇനി നിറമോ മണോ രുചിയോ ഒന്നും മാറിയോ നോക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്യണം? അതൊഴിവാക്കുകയാണ് വേണ്ട. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ്, അത് ബുലൂഗുൽ മറാമിൽ തന്നെ നമുക്ക് വരാനുണ്ട്. തുഹൂറു ഇനാഇ അഹദികും ഇദാ വലഗ ഫീഹിൽ കൽബ്, നിങ്ങളുടെ പാത്രത്തിൽ നായ അത് തലയിട്ടാൽ, അതിന്റെ നാവിട്ടാൽ അത് ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ്? അത് കഴുകുക.
എത്ര തവണ? 7 തവണ. അതിൽ ആദ്യത്തെ തവണ അല്ലെങ്കിൽ അവസാനത്തെ തവണ മണ്ണ് കലക്കി കഴുകുക. ആ ഹദീസിൽ കാണാം അതിലുള്ളത് ഒഴിച്ചു കളയുക. അതിലുള്ളത് എന്താണോ അത് പുറത്തേക്ക് ഒഴിച്ചു കളയുക. അപ്പൊ അതിനെന്ത് കിട്ടി? നമ്മൾ സാധാരണ മറ്റാതായ പാത്രങ്ങൾ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാത്രങ്ങളാണോ അതിൽ ആണ് ഈ നജസ് വീണതെങ്കിൽ നമ്മളിത് ഒഴിവാക്കുക. അതല്ല, കുറേ വെള്ളമുണ്ട്, ഒരുപാട് വെള്ളമുണ്ട്, നജസാകട്ടെ വളരെ ചെറിയ അളവിലേ ഉള്ളൂ എങ്കിൽ നമ്മളത് നോക്കുക, വെള്ളം നോക്കുക. നിറമോ മണമോ രുചിയോ മാറിയതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടെങ്കിൽ അത് ഒഴിവാക്കുക, ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കുക. ഇതാണ് അതിൽ പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അപ്പൊ ഈ 2 ഹദീസും നമുക്ക് മനസ്സിലായി. ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈഉൻ. വെള്ളം അത് ശുദ്ധി ഉള്ളതാണ്, അതിനെ ഒന്നിനും നജസാക്കാൻ സാധിക്കുകയില്ല. അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാനൽ മാഉ, വെള്ളമാണെങ്കിൽ, ഖുല്ലതൈനി, 2 ഖുല്ലത്തുണ്ടെങ്കിൽ, ലം യഹ്മിലിൽ ഖബസ്, അത് നജസ് വഹിക്കുകയില്ല. മറ്റൊരു റിവായത്ത്, മറ്റൊരു ലഫ്ദ് ലം യൻജുസ്, അത് നജസാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിറമോ മണമോ രുചിയോ മാറിയിട്ടുണ്ടെങ്കിൽ അത് നജസായി, അല്ലെങ്കിൽ ആവുകയില്ല. അത് 2 ഖുല്ലത്തിൽ നിന്ന് അല്പം കുറവാണെങ്കിലും ശരി, മാറിയിട്ടില്ലെങ്കിൽ എന്താവുകയില്ല? നജസാവുകയില്ല എന്നതാണ് അതിൽ ശരിയായ അഭിപ്രായം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏത് ഹദീസിൽ? ഇദാ കാനൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിൽ അൽ ഖബസ്, 2 ഖുല്ലത്ത് വെള്ളമുണ്ടെങ്കിൽ അത് നജസ് വഹിക്കുകയില്ല എന്ന ഹദീസ്. ഇനി സഹോദരങ്ങളെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളം തഹൂറാണ്, അതിനൊന്നിനെയും നജസാക്കാൻ കഴിയുകയില്ല. നജസ് വീഴണം. ഉദാഹരണത്തിന് നമ്മളൊരു വെള്ളം കണ്ടു, ഒരു വെള്ളം, നമുക്ക് wudu എടുക്കാനുള്ള വെള്ളം ആരെങ്കിലും കൊണ്ടു തന്നു, അല്ലെങ്കിൽ കുറേ സമയം ഒരു സ്ഥലത്ത് വെച്ച വെള്ളം നമ്മൾക്ക് കിട്ടി. അത് നജസുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ ഏതിലാണ് ഉറപ്പിക്കേണ്ടത്? ഇല്ല എന്നുള്ളതിലാണ് ഉറപ്പിക്കുക. കാരണം അതാണ് അസ്ൽ ഉറപ്പിക്കുക. അസ്ൽ എന്താണ്? അത് തഹൂറാണ് എന്നതാണ്. പിന്നെ നജസ് ഉണ്ടായോ ഇല്ല എന്നുള്ളത് ശക്കാണ്, ലന്നാണ്, ഊഹമാണ്. ലന്ന് ഒരിക്കലും യഖീനിനെ പൊളിക്കുകയില്ല. ലന്നിന് യഖീനിനെ പൊളിക്കാൻ സാധിക്കില്ല, യഖീന് ലന്നിനെ പൊളിക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ തഹൂറായ വെള്ളത്തിൽ മറ്റെന്ത് കലർന്നാലും, നജസല്ലാത്ത എന്ത് കലർന്നിട്ടുണ്ടെങ്കിലും അതെന്താവുകയില്ല? നജസാവുകയില്ല. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും രാവിലെ എണീറ്റ് ഇദാ ഖാമ അഹദുകും മിനൻ നൗം ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ ഹത്താ യഗ്സിലഹുമാ സലാസ. നിങ്ങളിൽ ആരെങ്കിലും രാവിലെ എണീറ്റ് ഉടനെ പാത്രത്തിൽ എന്ത് ചെയ്യരുത്? കൈയിടരുത്. മറിച്ച് എന്ത് ചെയ്യണം? പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴിച്ച് കൈ 3 തവണ കഴുകണം. എന്നിട്ട് മാത്രമേ അതിൽ മുക്കാൻ പാടുള്ളൂ. ഇതാണ് ശരിയായ രീതി നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ളത് ഇതാണ്. എന്നാൽ ഒരാൾ രാവിലെ എണീറ്റ് മുക്കിന്ന് കുട്ടിക്കോ, ആ വെള്ളം നജസാവും? ഇല്ല. വെള്ളം നജസാവുമോ? ഇല്ല എന്നാണ് ഉത്തരം. അയാളുടെ കയ്യിൽ നജസൊന്നും ഇല്ലെങ്കിൽ ആ വെള്ളം നജസാവുകയില്ല എന്നതാണ് ശരിയായ ഉത്തരം. എന്നാൽ അയാൾ മുക്കുന്നത് ശരിയാണോ? അത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിക്ക് എതിരല്ല. ഏറ്റവും ശരിയായ രീതി അത് അങ്ങനെ മുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില മുൻഗാമികൾ, സഹാബിമാരിൽ ചിലർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമാ, ഇവരൊക്കെ അങ്ങനെ മുക്കിയ ചില റിവായത്തുകൾ സഹീഹ് ബുഖാരിയിലൊക്കെ ഇമാം ബുഖാരി തലക്കെട്ടായി എടുത്തുകൊടുത്ത റിവായത്തുകൾ കാണാം. അതുകൊണ്ട് നജസായി എന്ന് പറയും. എന്നിട്ട് അവർ അതിൽ നിന്ന് തന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായിട്ടില്ല? നജസായിട്ടില്ല. കാരണം എന്താണ്? ഈ ഹദീസ, ഏത് ഹദീസ്? ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈ. വെള്ളം തഹൂറാണ്, അതിനെ ഒന്നും തന്നെ അതിനെ ഒന്നും തന്നെ നജസാക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം ശുദ്ധീകരിക്കാനുള്ള വസ്തുവാണ്. ആ വെള്ളത്തിൽ ആർക്കെങ്കിലും വസ്വാസായാലോ എന്തായിരിക്കും അവസ്ഥ? ശുദ്ധീകരിക്കാനുള്ള വസ്തുവാണിത്. ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരാൾക്ക് വസ്വാസം ഉണ്ടായാലോ അത് ശൈത്താനിൽ നിന്നാണ്.
അത് ശൈത്താനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നിർത്തിയെടുത്തുന്ന ആരെങ്കിലും തനത്തുആയി അഥവാ വേണ്ടാത്ത ദീൻ ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചാലാണ് എന്താവുക? വസ്വാസിലേക്ക് പോവുക. അവൻ വസ്വാസിലേക്ക് പോകുന്നത് അപ്പോഴായിരിക്കും. പല ആളുകൾക്കും അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പല ആൾ ശൈത്താനിയത്താണത്. ശൈത്താനാണ് വസ്വാസിന്റെ ആള്. വസ്വാസ് ഉണ്ടാക്കുന്നത് ശൈത്താനാണ്. അല്ലാതെ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അതുകൊണ്ട് വെള്ളത്തിന്റെ വിഷയത്തിൽ വസ്വാസുള്ള പല ആളുകളുമുണ്ട്. ശരിയായി പഠിക്കുക, ഇൽമു നേടുക, ആ വസ്വാസം ഒഴിവാക്കുക. വെള്ളം അശുദ്ധമാവുകയില്ല നജസ് അതിൽ വീണിട്ട് രീഹോ തഅമോ ലൗനോ മാറിയാലല്ലാതെ. 3 ഹദീസുകൾ നമ്മൾ ഇന്ന് പഠിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാറുണ്ട്. എന്നാലും ആ 3 ഹദീസുകൾ ഒന്ന് ഓർക്കുക. ഒന്നാമത്തെ ആരുടെ ഹദീസാണ്? അബൂ ഹുറൈറ റിവായത്ത് ചെയ്തത്. ബഹറിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, വത്തഹൂറു മാഉഹു അൽഹില്ലു മൈതതുഹു. അതിലെ വെള്ളം തഹൂറാണ്, അതിലെ ശവങ്ങൾ അനുവദനീയമാണ്. രണ്ടാമത്തേത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എന്താണ്? ഇന്നൽ മാഅ തഹൂറു ലാ യുനജ്ജിസുഹു ഷൈ. മൂന്നാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഹദീസ്, ഇദാ കാന അൽ മാഉ ഖുല്ലതൈൻ ലം യഹ്മിൽ അൽ ഖബസ്. വെള്ളം 2 കുല്ലത്തുണ്ടെങ്കിൽ അത് നജസ് വഹിക്കുകയില്ല. ഇനി സഹോദരങ്ങളെ, നജസ് വെള്ളത്തിൽ വീണാൽ എന്തായി? അത് മാറിയിട്ടുണ്ടെങ്കിൽ നജസായി. ഇത് നജസ് വന്ന് വെള്ളത്തിൽ വീണാലാണ്. നജസ് വന്ന് വെള്ളത്തിൽ വീണാലാണ്. വെള്ളം നജസിൽ പോയി വീണാലല്ല. വെള്ളം നജസിൽ പോയി വീണാൽ എന്താണ് സംഭവിക്കാൻ? നജസിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക. ഏതുപോലെ? അത് ഈ ഫിഖ്ഹിൽ വരുന്നുണ്ട്. ആരുടെ ഹദീസാണ്? പള്ളിയിൽ മൂത്രയിച്ച അറാബിയുടെ ഹദീസ്. അത് ഫിഖ്ഹിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ അദബിൽ റസൂലുള്ളാഹിന്റെ ഖുലുഖിലൊക്കെ വലിയ പാഠങ്ങളുള്ള ഹദീസാണ്. ഫിഖ്ഹിൽ എന്തുമാത്രം പാഠങ്ങളുണ്ടെന്ന് പറയാം. ഹദീസിൽ പള്ളിയിൽ വന്നിട്ട് മൂത്രയിച്ചു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫഉമിറ, റസൂലുള്ളാഹി കൽപ്പിക്കപ്പെട്ടു സഹാബിമാർ അങ്ങനെ ബിദനൂബിൻ മിമ്മാഇൻ ഫഉഹ്രീഖ അലൈഹി, വലിയൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വന്നിട്ട് വെള്ളം നജസിൽ ഒഴിച്ചു. ആ വെള്ളം എന്തിലേക്കാണ് വന്ന് ചേരുന്നത്? നജസിലാണ് വന്ന് ചേരുന്നത്. എന്താ സംഭവിച്ചത്? അവിടെ നജസാവുകയാണ് ചെയ്തത്? നജസ് നീങ്ങുകയാണ് ചെയ്തത്? നജസ് നീങ്ങുകയാണ് ചെയ്തത്. കാരണം എന്താ? നജസിൽ വെള്ളം വീണതാണ്. നേരെ തിരിച്ചിട്ട് വെള്ളത്തിൽ മൂത്രയിച്ചാലോ എന്താണ് സംഭവിക്കുക? വെള്ളം നജസാണ് ആകാരം ചെയ്യുക. അപ്പൊ അത് മനസ്സിലാക്കണം. നജസ് വന്ന് വെള്ളത്തിൽ വീണാൽ നജസായി. വെള്ളം വന്ന് നജസിൽ വീണാലോ അത് ശുദ്ധിയായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് സഹാബിമാർ ചെയ്തു. കുറെ വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിച്ചു. കുറെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. മൂത്രം ഒരു സ്ഥലത്ത് മൂത്രം ഒഴിച്ചാൽ അങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? കുറെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ അത് അവിടെ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയായിരിക്കുന്നു. അതല്ല ആധുനികമായ അത് നീക്കാനുള്ള ശുദ്ധിയാക്കാനുള്ള ഉപകരണമുണ്ടെങ്കിൽ ശരി, അത് ശുദ്ധിയായിരിക്കും. അതിന്റെ അസർ അവിടെ നിന്ന് നീങ്ങണം, അതിന്റെ അടയാളം അവിടെ നിന്ന് നീങ്ങണം. അതിലാണ് കാര്യം. ഇനി ഒരു പ്രധാനപ്പെട്ട ചർച്ച ഉള്ളത് എന്താണ്? വെള്ളം 3 എണ്ണമുണ്ടോ 2 എണ്ണമുണ്ടോ എന്നതാണ്. നമ്മളൊക്കെ മദ്രസ പഠിച്ചിട്ടില്ലേ? തഹൂർ, താഹിർ, തഹൂർ, താഹിർ, മുതനജ്ജിസ് അല്ലെങ്കിൽ നജിസ്. തഹൂറായ വെള്ളം, താഹിറായ വെള്ളം, നജിസായ വെള്ളം. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധിയുണ്ട്, അതുപോലെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനും സാധിക്കും. ഏതുപോലെ? കടലിലെ വെള്ളം പോലെ, സാധാരണ വെള്ളം, മഴവെള്ളം പോലെ, ഭൂമിയിൽ നിന്ന് വരുന്ന വെള്ളം പോലെ, പുഴ വെള്ളം പോലെ, കിണറ്റിലെ വെള്ളം, കുളത്തിലെ വെള്ളം, ഇതൊക്കെ. രണ്ടാമത്തത് താഹിറായ വെള്ളം. താഹിർ എന്താണ്? ശുദ്ധി ഉണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. പാല്, തേങ്ങ വെള്ളം, ഓർമ്മയില്ലേ അത് പഠിച്ചത്? താഹിർ. അതൊക്കെ ഫിഖ്ഹിലെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് അതൊക്കെ. തഹൂർ, താഹിർ. മൂന്നാമത്തേതാണ് നജിസ്, നജിസായ വെള്ളം. അതെന്ത് പാടില്ല? ശുദ്ധീകരണത്തിന് പാടില്ല. അത് ശരീരത്തിലായാൽ അത് പിന്നെ ശുദ്ധീകരിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ 3 എണ്ണം ഉണ്ടോ അല്ല 2 എണ്ണം മാത്രമേ ഉള്ളൂ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയാണ്. അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ തന്നെ ഇത് 2 അഭിപ്രായവും പറഞ്ഞ ആളുകളുണ്ട്. ബഹുഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത് 3 എണ്ണം ഉണ്ട് എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 3 എണ്ണമുണ്ട് എന്നാണ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് അറിയപ്പെട്ട മുഹമ്മദ് അമീൻ ശൻഖീതി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ അഭിപ്രായക്കാരാണ്. എന്നാൽ
പണ്ഡിതന്മാരിൽ തന്നെ വളരെ വലിയ സ്ഥാനമുള്ള മുഹഖഖുകളായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെയുള്ള ആളുകൾ, അതുപോലെ ഇമാം ഇബ്നു ഉസൈമീൻ, ഇവരെ പോലെയുള്ള ആളുകളൊക്കെ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്, രണ്ട് മാത്രമേ ഉള്ളൂ എന്നാണ്. ഒന്നുകിൽ തഹൂർ അല്ലെങ്കിൽ നജിസ്, ഒന്നുകിൽ തഹൂർ അല്ലെങ്കിൽ നജിസ്, ശുദ്ധീകരിക്കാൻ പറ്റിയ വെള്ളം അല്ലെങ്കിൽ നജസായ വെള്ളം. ഇതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടായാലും ശരി, ഇത് എന്തില്ല നമ്മളെ ഒരു ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം രണ്ടു കൂട്ടർ യോജിച്ചിട്ടുള്ള കാര്യമാണ്. താഹിറായ ഒരു വെള്ളം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ താഹിർ എന്ന വകുപ്പിന് ഇവരെവിടെയാണ് പെടുത്തിയിട്ടുള്ളത്? ഇല്ല എന്ന് പറഞ്ഞ കൂട്ടർ എവിടെയാണ് പെടുത്തിയിട്ടുള്ളത്? തേങ്ങ വെള്ളം നമുക്കറിയില്ല, അങ്ങനെ ഒരു വകുപ്പ്, അങ്ങനെ ഒരു വെള്ളം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാലോ. തേങ്ങ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല, പാല് കൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല, ചായ കൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അതിന് ഇവർ എവിടെയാണ് പെടുത്തിയിട്ടുള്ളത്? അവർ പറഞ്ഞു അത് വെള്ളം എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തു വരിക്കണം, അത് വെള്ളമല്ലാതായി. ഇനി അത് വെള്ളത്തിന്റെ കൂട്ടത്തിലേ വരുന്നില്ല, പിന്നെ അതിന്റെ ചർച്ചന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം പാലായതോടുകൂടി അത് എന്തല്ലാതായി? വെള്ളമേ അല്ലാതായി. പിന്നെ എന്തിന്റെ ആവശ്യമില്ല? താഹിറെന്ന് പറയേണ്ട ആവശ്യം ഇല്ല, കാരണം അത് വെള്ളമല്ല. പാല്, തേങ്ങ, ഇതൊന്നും എന്തല്ല, വെള്ളമേ അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വകുപ്പിന്റെ ആവശ്യമേ ഇല്ല. അതിനവർ തെളിവ് പിടിച്ചിട്ടുള്ള ഹദീസ് ഏതാണ്? നമ്മളിപ്പോ പഠിച്ചാൽ ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ശൈ, വെള്ളം തഹൂറാണ്, അതിനെ ഒന്നും തന്നെ നജസാക്കില്ല. റസൂലുള്ളാഹിന്റെ ഹദീസിൽ രണ്ട് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, ഒന്ന് തഹൂറും ഒന്ന് നജസും. ഇങ്ങനെയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 3 എണ്ണമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അത് നമുക്കതുകൊണ്ട് യാതൊരു പ്രശ്നവും വരാനില്ല. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഫിഖഹിന്റെ മസാലകൾ പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി പഠിക്കുവാൻ, പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിലനിൽക്കുവാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. اللهم علمنا بما ينفعنا، اللهم علمنا ما ينفعنا وزدنا علما. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. والله أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. അടുത്ത വെള്ളിയാഴ്ച അഖീദയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരിക്കും. ഇനി ഫിഖഹിന്റെ ക്ലാസ് അടുത്തതിന്റെ അപ്പുറത്തെ വെള്ളിയാഴ്ച, ഈ ഒരാഴ്ച ഇടവിട്ടിട്ടാണ് ഫിഖ് ഉണ്ടാവുക. അല്ലാത്ത ആഴ്ചകളിൽ അഖീദയുടെ ക്ലാസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.